ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് സ്കൂളും ഓഫീസും ഒക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട റോസ്റ്റും ഇടിയപ്പം ഉണ്ടല്ലോ, നൂൽപുട്ട്, അത് കൊടുക്കാൻ നേരത്തെ. അപ്പോൾ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണിത്. അങ്ങനെ അതവിടെ ബോയിൽ ചെയ്യാൻ വെച്ച് പിന്നെ ഇനി ആ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് വേഗം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നതാണിത്. അപ്പോൾ സവാള അരിഞ്ഞ് പിന്നെ അതിലേക്ക് വേണ്ട കറിവേപ്പിലയും പച്ചമുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് നല്ല പോലെ ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ വഴറ്റിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ അടുപ്പൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ സവാള എല്ലാം നല്ല പോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. നോർമലി ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മുളക് പൊടി ഇട്ടിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മല്ലിപ്പൊടി കൂടുതൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ നിന്നാവട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ കരുതി വേഗം ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഒറോട്ടിപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം, നമ്മൾ നോർമൽ വാട്ടർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലപോലെ മാവൊന്ന് കുഴച്ചെടുക്കുക. ആ കുഴച്ച മാവിന് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേഗം തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം കുട്ടികൾ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യലും അവരെ കുളിക്കൽ, ഡ്രസ്സ് മാറ്റലൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വേഗം തന്നെ എൻ്റെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വേഗം എല്ലാത്തിലേക്കും ആക്കി അതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ മിക്സാക്കി കൊടുത്തിന് ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നുകൂടി അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് മതിയാകും, ജസ്റ്റ് ഒന്ന് ആ ഒരു ചെറിയൊരു ഗ്രേവി ടൈപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചാൽ അതൊന്ന് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി മുട്ട, ഇതിൻ്റെ ഇടയിൽ അത് ബോയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നമുക്ക് ഓരോ മുട്ടക്കും ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എങ്കിൽ ആ കറിയുടെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ എൻ്റെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ടെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇടിയപ്പം ആവി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ വേഗം തന്നെ ലഞ്ചിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ആപ്പിൾ ഉണ്ടായിട്ട് അത് കട്ട് ചെയ്തിട്ട് ലഞ്ചിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ബ്രേക്കിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ഇടിയപ്പവും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റും ഓൾറെഡി റെഡി ആയിട്ടുണ്ടല്ലോ, അതും വേഗം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് അവരതവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ വേഗം ബാക്കിയുള്ള ഇടിയപ്പം ഉണ്ടാക്കി. കുട്ടികൾക്ക് ഇന്നിപ്പോൾ കഴിക്കാൻ കൊടുത്തത് ഇതായിരുന്നു, ഇടിയപ്പം തന്നെയായിരുന്നു. ഇടിയപ്പം അവർ പാലും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി അവർ ബസ്സൊക്കെ കയറിപ്പോയി. പിന്നെ ഞാനും ഹസ്ബൻഡും നമ്മൾ വാക്കിങ്ങിന് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഹസ്ബൻഡ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കുളിച്ച് ഫ്രഷൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്ന്. അപ്പോൾ ഇതാ ഇടിയപ്പവും നല്ല മുട്ട റോസ്റ്റും ചായ ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി. എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് എനിക്ക് ക്ലീനിങ് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലവും പൊടിയൊക്കെ തുടച്ച് ഇതാക്കി. അതൊന്നും ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കിച്ചണിൽ ഓവണൊന്ന് സൈഡ് മാറ്റി വെച്ചിട്ട് അവിടെ ഫുഡ് പ്രോസസ്സറൊക്കെ വെച്ച് അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കരുതി വേഗം തന്നെ ലഞ്ചിൻ്റെ പരിപാടി നോക്കി. ഇതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ചോറിനുള്ള അരിയൊക്കെ വെച്ച് അത് കുക്കായി വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി കറിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻ തേങ്ങ അരച്ച് വെച്ച കറിയും മുളകിട്ടതും പിന്നെ മീൻ ഫ്രൈയും ചെയ്യാമെന്ന് കരുതി. അപ്പോൾ തേങ്ങ അരച്ച് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി കറികൾക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. വേഗം തന്നെ അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീൻ തേങ്ങ അരച്ച് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ തേങ്ങ അരച്ച് വെച്ച കറിയിലെ മീനൊന്നും അങ്ങനെ ആരും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മീൻ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കും. എനിക്ക് ഈ തേങ്ങ അരച്ച കറി ഓരോ തരത്തിൽ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ടൈപ്പാണ് ചെയ്യുന്നത്, നെക്സ്റ്റ് വേറെ അങ്ങനെയാണ് ഞാൻ ചെയ്യുക. ചിലപ്പോൾ സവാളൊക്കെ വഴറ്റിയിട്ടായിരിക്കും ചെയ്ത് കൊടുക്കുക അങ്ങനെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തക്കാളിയും ചേർത്ത് അത് അവിടെ അടുപ്പിൽ വേവാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാൻ മീൻ മുളകിട്ടതിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ അരച്ചറിക്ക് വേണ്ടിയിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വേകുന്നുണ്ട്. അപ്പോൾ മുളകിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ എണ്ണയും ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മുളകിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇതാക്കി തേങ്ങ അരച്ചറിൻ്റെ തേങ്ങയും ഒഴിച്ചു കൊടുത്ത് അതെല്ലാം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ പോയിട്ട് എപ്പോഴേക്കും ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ടുണ്ട്, അതായിട്ടുണ്ട്. അപ്പോൾ അത് വേഗം തന്നെ ആറിയിടാൻ നിന്നു. അതൊക്കെ ആറിയിട്ട് വന്നപ്പോഴേക്കും എൻ്റെ തേങ്ങ അരച്ച കറി നല്ലപോലെ തിളച്ച് അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുളകിട്ടതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ അരച്ച കറിയിലേക്ക് ഇനി ഒന്ന് ചട്ടി അയച്ച് വയ്ക്കണം. അപ്പം ഞാൻ കരുതി അത് ഈ വറവുണ്ടാക്കുമ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് വറവായിട്ട് ഞാൻ ക്യാബേജ് വറവുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വേഗം തന്നെ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. ക്യാബേജൊക്കെ അരിഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വറവുണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അപ്പോൾ ആദ്യം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച കറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി അയച്ച് വയ്ക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തേങ്ങ അരച്ച കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ക്യാബേജും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് വറവ് ഇട്ട് കൊടുത്തിട്ട് അതൊരു സൈഡിൽ നിന്നാവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കരുതി മീൻ പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് കൊണ്ടായിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്തെടുക്കുക. അതും കുറച്ച് ഫ്രൈ ചെയ്ത് പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയി അടിച്ചു വാരി ഫ്ലോറൊക്കെ നല്ലപോലെ തുടച്ച് പിന്നെ ഞാൻ കുളിച്ചു നിസ്കരിച്ചു. പിന്നെ ഹസ്ബൻഡ് ലഞ്ചൊക്കെ കഴിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. നല്ല ചോറും മീൻ തേങ്ങ അരച്ച കറിയും മുളകിട്ടതും ക്യാബേജ് വറവും മീൻ ഫ്രൈയും മുളക് കൊണ്ടാട്ടമൊക്കെ കൂടി കഴിച്ചു. പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല.
കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് അവർക്ക് ലഞ്ചൊക്കെ കൊടുത്ത് ഞാൻ അവരെയും കൂട്ടിയിട്ട് ക്ലിനിക്കിലേക്ക് പോയി. സ്കൂളിൽ പോകുന്നതിന് മുൻപേ ചെറിയ ഒരു ചുമയും മോൾക്ക് ബോഡി പെയിനൊക്കെ പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ ഫീവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിനിക്കിലേക്ക് പോയി. അങ്ങനെ ടോക്കനൊക്കെ എടുത്ത് ഡോക്ടറെ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട്. അപ്പോൾ മോനിക്ക് ചുമക്കുള്ള മരുന്ന്, മോൾക്ക് വൈറലാന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഫീവർ ഉണ്ടല്ലോ. അങ്ങനെ നല്ലപോലെ റെസ്റ്റൊക്കെ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്.